Hello friends, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് OnePlus7 ഉം അതുപോലെ തന്നെ OnePlus7 Pro'ന്റെയും കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ലോഞ്ച് ചെയ്യുന്നത് 4 പ്ലേസസിലായിട്ടാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ബാംഗ്ലൂർ ആണ്, പിന്നെയുള്ളത് ന്യൂയോർക്ക്, അതുപോലെ തന്നെ ലണ്ടൻ, പിന്നെ ബീജിംഗ്. അങ്ങനെ 4 പ്ലേസസിലായിട്ടാണ് ഇതിൻ്റെ ലോഞ്ച് ഇവന്റ് നടക്കാൻ പോകുന്നത്. ലോഞ്ച് ഇവന്റ് നടക്കുന്നത് May 14th. അപ്പോൾ ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2 വേർഷൻസിലാണ് അവൈലബിൾ ആവുന്നത്. അതായത് OnePlus ഉണ്ട്, OnePlus7 ഉണ്ട്, അതുപോലെ തന്നെ OnePlus7 Pro'യും ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ OSനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ OnePlus7ലും OnePlus7 Pro'യിലും യൂസ് ചെയ്തിരിക്കുന്ന ഒരേ OS ആണ്. അതായത് Android Pie വിത്ത് ഓക്സിജൻ OS ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയെ പറ്റി പറയുമ്പോൾ 6.2 ഇഞ്ച് AMOLED 60 Hz ഫുൾ HD ഡിസ്പ്ലേ ആണ് OnePlus7ൽ വരുന്നത്. ഓക്കെ, അപ്പോൾ OnePlus7 Pro'യിലാണെങ്കിൽ 6.64 ഇഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ AMOLED മറ്റേതിൽ 60 Hz ആയിരുന്നു, ഇതിൽ വരുന്നത് 90 Hz ആണ്. അതുപോലെ തന്നെ ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഞാൻ ക്ലിയർ ആക്കാം. OnePlus7ലാണെങ്കിൽ 6.2 ഇഞ്ചസ് AMOLED ആണ്. OnePlus7 Pro'യിലാണെങ്കിൽ 6.64 ഇഞ്ചസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 60 Hz ഡിസ്പ്ലേ ആണ് നമ്മുടെ OnePlus7ൽ വരുന്നത്. എന്നാൽ 90 Hz ഡിസ്പ്ലേ ആണ് OnePlus7 Pro'യിൽ വരുന്നത്. അതുപോലെ OnePlus7ൽ വരുന്ന ഫുൾ HD ഡിസ്പ്ലേ ആണ്. എന്നാൽ OnePlus7 Pro'യിൽ വരുന്നത് ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ പ്രോസസ്സറിനെ പറ്റിയിട്ട്, അതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രോസസ്സർ വരുന്നത് Qualcomm Snapdragon 855 ആണ് രണ്ടിലും വരുന്നത്. അതായത് OnePlus7ലും OnePlus7 Pro'യിലും വരുന്നത് ഏതാണ്? Qualcomm 855 പ്രോസസ്സറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഫാസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ബാറ്ററി കൺസപ്ഷൻ വെരി ലോ ആയിരിക്കും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക്. പിന്നെയുള്ളത് ഇതിൻ്റെ റാമിനെ പറ്റി പറയുകയാണെങ്കിൽ OnePlus7ൽ 6GB റാമും അതുപോലെ OnePlus7 Pro'യിൽ 10GB റാമുമാണ് വരുന്നത്. ഇനി അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയാണ്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ OnePlus7ൽ വരുന്ന ക്യാമറ എന്ന് പറയുന്നത് ഡ്യുവൽ ക്യാമറയാണ്. അതായത് റിയർ ക്യാമറ എന്ന് പറയുന്നത്, അതായത് 2 റിയർ ക്യാമറയാണ് വരുന്നത്. റിയർ ക്യാമറയിൽ ഒന്ന് 48 മെഗാ പിക്സലിൻ്റെ ഒരു ലെൻസാണ്. പിന്നെ വരുന്നത് 5 മെഗാ പിക്സലിൻ്റെ, അതായത് അത് ടെലിഫോട്ടോ ലെൻസ് ആണ്. ഓക്കെ, 5 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ, പിന്നെ ഒരു റിയർ ക്യാമറ ലെൻസ് എന്ന് പറയുന്നത് 48 മെഗാ പിക്സൽ. OnePlus7 Pro'ന്റെ ഫീച്ചർ പറയുകയാണെങ്കിൽ, ക്യാമറ ഫീച്ചർ പറയുകയാണെങ്കിൽ അതിൽ വരുന്നത് ട്രിപ്പിൾ ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതിൽ റിയർ ക്യാമറ എന്ന് പറയുന്നത് 3 എണ്ണമാണുള്ളത്. അത് 48 മെഗാ പിക്സൽ ഉണ്ട്, അതുപോലെ തന്നെ 16 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും, പിന്നെ വരുന്നത് 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസുമാണ്. ഇനി പറയാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുമ്പോൾ OnePlus7ലാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. പിന്നെയുള്ളത് നമ്മുടെ എന്താണ് OnePlus7 Pro എടുത്താൽ അതിൽ വരുന്ന ക്യാമറ ഫ്രണ്ട് ക്യാമറ, അതായത് സെൽഫി ക്യാമറ എന്ന് പറയുന്നത് ഒരു പോപ്പ് മെക്കാനിസമാണ്. അതായത് ഒരു പഞ്ച് ഹോൾ ഡിസൈനോ നോച്ചോ ഒന്നും അല്ല വരുന്നത്. എന്താണ്? ഒരു പോപ്പ് മെക്കാനിസമാണ്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ OnePlus7ൽ വരുന്നത് 4150 mAhഉം അതുപോലെ തന്നെ OnePlus Pro'യിൽ വരുന്നത് 4000 mAhഉം ആണ് ബാറ്ററി. ഇനി ഇതിൻ്റെ ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ 30 വാട്ട് ചാർജിങ് വയ USB-C ആണ് രണ്ടിലും വരുന്നത്. പിന്നെയുള്ള ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അതായത് അത് OnePlus7ലായാലും OnePlus7 Pro'യിലായാലും രണ്ടും അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഞാനിതിൻ്റെ ഡയമെൻഷൻസ് പറയാം. അപ്പോൾ OnePlus7ൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 8.1 mm ആണ്. അതുപോലെ വിഡ്ത്ത് എന്ന് പറയുന്നത് 74.8 ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് 185 ഗ്രാംസ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 157.7 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി OnePlus7 Pro'ൻ്റെ ആണെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് 162.6 ആണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് 76 ആണ് വിഡ്ത്ത്, പിന്നെ 8.8 mm ആണ് തിക്നെസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ആണ്. OnePlusനാണെങ്കിൽ ഒരു 40,000 ആണ് ഇന്ത്യൻ റുപ്പീസിൻ്റെ കേസിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ OnePlus7 Pro'ൻ്റെ ആണെങ്കിൽ 50,000 ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ടെക് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.